നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിൽ ഉദിനൂരിൽ വനിതാ ബൂത്ത് ഏജന്റിന് നേരെ നായ്ക്കരുണപ്പൊടി പ്രയോഗമുണ്ടായ സംഭവത്തിൽ ചീഫ് ഇലക്ഷൻ ഓഫീസർ കേസെടുക്കാൻ നിർദ്ദേശിച്ചു. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 154 നമ്പർ തെരഞ്ഞെടുപ്പ് കേന്ദ്രത്തിലെ UDF വനിതാ ഏജന്റായിരുന്ന ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് തടിയൻ കൊവ്വലിലെ ടി രതിലേക്ക് നേരെയാണ് നായ്ക്കരുണപ്പൊടി പ്രയോഗിച്ചത്. ബജറ്റിനിണങ്ങിയ വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി റോഷി ജ്വല്ലറി. പുതുമയും പാരമ്പര്യവും ഒത്തുചേരുന്ന ഡിസൈൻസ്. റോഷി ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ്, കാസർഗോഡ്. ഫോറെവർ ഷൈൻ. കള്ളവോട്ട് ശ്രമം തടഞ്ഞപ്പോൾ ജനലിലൂടെ രതിലയുടെ ദേഹത്തേക്ക് നായ്ക്കുരണപ്പൊടി വിതറുകയായിരുന്നുവെന്നാണ് പറയുന്നത്. അക്രമവിവരമറിഞ്ഞ് കേന്ദ്രത്തിലെത്തിയ ഉദിനൂരിലെ രോഹിത് രമേശിനെ ഒരു സംഘം CPM പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതായും പരാതിയുണ്ട്. ഉടൻ തന്നെ ഇരുവരെയും തൃക്കരിപ്പൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വനിതാ ഏജന്റിന്റെ ദേഹത്ത് നായ്ക്കുരണപ്പൊടി വിതറിയ സംഭവത്തിൽ പോലീസ് മേധാവിക്കും തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും UDF നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ പരാതി നൽകി. പിന്നാലെയാണ് സംഭവത്തിൽ ചീഫ് ഇലക്ഷൻ ഓഫീസർ കേസെടുക്കാൻ നിർദ്ദേശിച്ചത്. ജില്ലാ കളക്ടർക്ക് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയതും. 4 മണി വരെ ബൂത്തിൽ ഒരു കള്ളവോട്ട് ചെയ്യിക്കാണ്ട് ഞാൻ അത്ര ഷാർപ്പായിട്ട് ഇരുന്നതാണ്. അന്നേരം അവർ ഉച്ച മുതൽ അവർ ഭീഷണിയാണ് എന്നോട്, നീ പുറത്തിറങ്ങൂല, നീ ഇവിടെ വന്നിട്ട് നേതാവാണ്ട, നിന്റെ നാട് ഇതല്ല, കല്യാണം കഴിച്ച് കൊണ്ടുവന്നതല്ലേ, നീ നിന്റെ നാട്ടിൽ പോയി കളിച്ചാൽ ഇവർ കണ്ടാലും എനിക്ക് പേരെടുത്ത് അറിയുന്ന ആളുകൾ തന്നെ വന്ന് ഭീഷണി പറയുന്നത്. എന്നിട്ട് ഞാൻ അവിടുന്ന് അനങ്ങൂല. ഞാൻ പറയുന്നില്ല അവരോട്, അവസാനം എന്നെ കൊല്ലലല്ലേ, അതിൻ്റെ അപ്പുറം ചെയ്യൂലല്ലോ, 5 മണി കഴിയാൻ ഞാൻ ബൂത്തിൽ പുറത്ത് ഇറങ്ങൂലെന്ന്. ലാസ്റ്റ് ഒരു ബാബു എന്ന് പറഞ്ഞ ഒരാൾ, പ്രകാശ് ബാബു ടിക്ക്, ഇയാൾ വോട്ട് ചെയ്യാൻ വരും. അശോകൻ്റെ വോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ അശോകൻ നാട്ടിലില്ല, നിങ്ങൾ ബാബോട്ടനല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നീ എന്നെ അശോകൻ്റെ വോട്ട് ചെയ്യാൻ വിടൂലേന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ ഒബ്ജക്ഷൻ ഞാൻ പറഞ്ഞു, ഇനി ഓഫീസറാക്കി തീരുമാനിക്കണ്ടേ. അയാൾ ഇറങ്ങിപ്പോയി. ആ ഇറങ്ങിപ്പോയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ പൊടി എറിഞ്ഞത്. പക്ഷെ ഞാൻ തിരിഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.